വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇത് പ്രശസ്ത എഴുത്തുകാരൻ കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ്. നമ്മൾ എത്രത്തോളം വായിക്കുന്നുവോ അത്രത്തോളം അറിവാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നമ്മുടെ വായനാശീലം എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം നമ്മൾ നിഷ്ക്രൂരമായി ചിന്തിക്കുകയും ചെയ്യുന്നു. പുസ്തകത്തിന്റെ പ്രാധാന്യം കുറച്ചു കാണുന്നവർക്ക് പുസ്തകം കത്തിച്ചു കളയാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് പെരുങ്കുളം ബാപ്പുജി ഗ്രന്ഥശാലയിൽ ഉണ്ടായത്. എൻ്റെ പേര് പെരുങ്കുളം രാജീവ്. പെരുങ്കുളം ബാപ്പുജി സ്മാരക വായനശാലയുടെ പ്രസിഡൻ്റാണ്. പെരുങ്കുളം ബാപ്പുജി സ്മാരക വായനശാല വായനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അതിലൊരു പദ്ധതിയാണ് പുസ്തകങ്ങൾ ജനങ്ങളുടെ അരികിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ആ പദ്ധതി പ്രകാരം 2017 മുതൽ നമ്മൾ ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുസ്തകക്കൂടുകൾ സ്ഥാപിക്കുകയും ആ പുസ്തകക്കൂടുകളിൽ യഥേഷ്ടം പുസ്തകങ്ങൾ വായിക്കാൻ വെക്കുകയും അത് മോണിറ്റർ ചെയ്യാൻ ആരുമില്ല. ഒരാൾക്ക് പുസ്തകം എടുത്ത് വീട്ടിൽ കൊണ്ടുപോവുകയോ അവിടെ നിന്ന് വായിക്കുകയോ ചെയ്യാം. പുസ്തകക്കൂട് സമീപ പ്രദേശത്ത് കസേരകൾ ഒരുക്കി അവർക്ക് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 2021 കേരള ഗവൺമെൻറ് പെരുങ്കുളം പ്രദേശത്തെ കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചു. ഈ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ചതിൻ്റെ ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷവേളകൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈ പെരുങ്കുളം പ്രദേശത്ത് ഈ അമരം എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഒരു പുസ്തക സ്തൂപം നമ്മൾ നിർമ്മിക്കുകയും ആ പുസ്തക സ്തൂപത്തിൻ്റെ മുകളിൽ ഒരു പുസ്തകക്കൂട്, വളരെ മനോഹരമായ ഒരു പുസ്തകക്കൂടും 100-ലധികം പുസ്തകങ്ങൾ വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ഒരു പുസ്തകക്കൂട് സ്ഥാപിച്ചു. ആ പുസ്തകക്കൂട്ടിൽ നിന്നാണ് കഴിഞ്ഞ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ഇതിലിരുന്ന പുസ്തകങ്ങൾ, നല്ല വിലപിടിപ്പുള്ള നോവലും മറ്റ് യാത്രാ വിവരണങ്ങളും ഒക്കെ അടങ്ങിയ പുസ്തകങ്ങൾ ഈ പ്രദേശത്തിട്ട് കത്തിക്കുകയും പകുതി കത്തിയ പുസ്തകങ്ങൾ ബാക്കി വലിച്ചെറിഞ്ഞ് താഴെ പുരയിടത്തിലേക്ക് വലിച്ചെറിഞ്ഞ രീതിയിൽ നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞത്. ഈ നരാധമന്മാർ കാണിച്ച ഈ ഹീന പ്രവൃത്തിക്ക് എതിരെ നാട് ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. ഇതൊരു കാരണവശാലും നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള അക്ഷരവിരോധികളെ നാട് തിരിച്ചറിയേണ്ടതാണ്, നാട്ടാർ തിരിച്ചറിയേണ്ടതാണ്. നിയമപാലകർ ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് ഒരുക്കണമെന്ന് ഇവിടുത്തെ നിയമപാലകരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇപ്പം മൂന്നാമത്തെ ആവർത്തിയാണ് ഈ പുസ്തക സ്തൂപത്തിനെതിരെ അക്രമം നടക്കുന്നത്. ആദ്യം പുസ്തക ഉദ്ഘാടനം കഴിഞ്ഞ അന്ന് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ഇവിടെ ചുറ്റും ചെടി നട്ടിട്ടുണ്ട്. ആ ചെടി മൊത്തവും വലിച്ചു വീഴ്ത്ത് ഈ താഴെ കളയും. അത് കഴിഞ്ഞ ശേഷം അന്ന് ഞാനായി താഴ്ന്ന ആ ചെടിയെല്ലാം ഞാനാണ് എടുത്തുകൊണ്ട് വന്നത്. അതിനുശേഷം ഒരു 1-2 മാസം കഴിഞ്ഞപ്പം ഇതിനകത്തുനിന്ന് പുസ്തകം എടുത്ത് ഇതേപോലെ താഴെ കളഞ്ഞു. അന്ന് ഞാൻ പോയി പറക്കി ഇവിടെ കൊണ്ടുവച്ചായിരുന്നു. അങ്ങനെ നിരന്തരം ഇത് ഞാൻ അന്ന് പറഞ്ഞായിരുന്നത്, നിരന്തരം ഇതിന് അക്രമം വീണ്ടും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു. എൻ്റെ പേര് സന്ദീപ്. ഞാൻ നിലവിൽ വായനശാലയുടെ ബാപ്പുജി വായനശാലയുടെ സെക്രട്ടറിയാണ്. ഇപ്പോൾ നേരത്തെ ഈ പുസ്തക സ്തൂപത്തിൻ്റെ ഭാഗത്തും വായനശാലയുടെയും മറ്റ് ഇവിടെ പെരുങ്കുളത്തുള്ള മറ്റ് പല സംഘടനകളുടെയും പല പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പെരുങ്കുളത്ത് ഉയർന്നു വന്നിട്ടുള്ള പല സാംസ്കാരിക പ്രവർത്തകരുടെ പല രീതിയിലുള്ള പരിശ്രമങ്ങൾ ഈ പെരുങ്കുളത്തിൻ്റെ നാനാഭാഗത്തും നമുക്ക് കാണാവുന്നതാണ്. പുസ്തക കൂടുകളുടെ രൂപത്തിലായാലും പുസ്തക സ്തൂപത്തിൻ്റെ രൂപത്തിലായാലും സ്വറവരമ്പ്, അതുപോലെ കരുതൽ, ഇങ്ങനെ ഒരുപാട് സംഘടനകൾ, ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഈ പെരുങ്കുളം ഗ്രാമം ഒരിക്കൽ സന്ദർശിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കത്തക്ക രീതിയിൽ ഈ ഗ്രാമത്തെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉള്ള സ്ഥലമാണ്. ഇതിനകത്ത് കുറച്ച് ആൾക്കാർ, ആരൊക്കെയെന്ന് നമുക്ക് വ്യക്തമായ അറിവോ കാര്യങ്ങളോ ഇല്ല. എന്നിരുന്നാലും ഇതിനോടൊക്കെ അസ്വസ്ഥത ഉള്ള കുറച്ച് ആൾക്കാർ, അവർ നിരന്തരമായിട്ട് ഇതുപോലെ പുസ്തക സ്തൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ചെടികൾ എടുത്ത് കളയുക, നേരത്തെ ഒരു പ്രാവശ്യം തന്നെ ഇവിടെ നിന്ന് ബുക്കുകൾ എടുത്ത് കളയുക, അതുപോലെ ഇപ്പോഴിപ്പോൾ ഇതിൻ്റെ ലോഗോ നശിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. താഴെ സ്വറവരമ്പിലും അവിടെ ഒരു കുപ്പായക്കൂടുണ്ട്. അത് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ ഒരു സംസ്കാരമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിനെല്ലാം പല രീതിയിൽ അത് തകർക്കുന്ന രീതിയിലും നിരവധി തവണ ഒരുപാട് ദുഷ്പ്രവർത്തികൾ. ഇത് എന്നും അവർ നേരെയാവും അന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ എന്നും നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ നശിച്ചു വരികയാണ്. അപ്പോൾ എന്തെങ്കിലും ഈ സമൂഹത്തിനും ഈ നമ്മളുടെ പോലീസ് ഉദ്യോഗസ്ഥരും സമൂഹവും ഇന്ന് എല്ലാവരും കൈകോർത്ത് പിടിച്ച് എന്തെങ്കിലും ഇതിന് എതിരായി പ്രവർത്തിക്കണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുക.